ഹായ് സുന്ദരീസ്, എൻ്റെ അടുത്ത് കുറേ പേര് വെയിറ്റ് ഗെയിൻ ജേണി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജിമ്മിൽ പോകണ അങ്ങനെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടല്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ കാലമായി, ഞാൻ 7 വർഷമായി വർക്കൗട്ട് ചെയ്യണു. ഇപ്പോൾ 48 കിലോയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ പോകണമെന്നുള്ളത്. പക്ഷെ ഒരു യാത്ര പോയി വരുമ്പോഴേക്കും എൻ്റെ 1 കിലോ കുറയും, അതാണ് പ്രശ്നം. എന്തായാലും ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ക്ലീനിങ് ഡേയും ഹെയർ കെയർ ഡേയും ഞാൻ ഒറ്റ ദിവസമാണ് ആക്കുക. കുറേ തുണി മടക്കി വെക്കാണ്ടായിരുന്നു. ഈ സാരി നമുക്ക് അടുത്ത തന്നെ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കായിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ തുണി മടക്കി വെച്ച് ടയേർഡായപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് തിന്നും. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒഹോബ ഓയിൽ. എപ്പോഴും എനിക്കത് പറയുമ്പോൾ തെറ്റും കേട്ടോ. എന്തായാലും ഇത് അടിപൊളി ഓയിലാണ് കേട്ടോ. എസ്പെഷ്യലി ഹെയർ കെയറിന് സൂപ്പർബാണ്. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതും നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയോ അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് ആ മസാജർ വെച്ചിട്ട് തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ചീർപ്പ് വെച്ചിട്ടാണ് ഇര. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ മുടി അതിൽ പിടിച്ചിരിക്കുന്നതിനെ എടുത്ത് കളയാനും എളുപ്പമാണ്. പിന്നെ ഞാൻ ഫേസ് പാക്ക് കൂടുതലും ഗുഡ് വൈബ്സിൻ്റെ മറ്റേ ആ ടെർമറിക് ഫേസ് പാക്കില്ലേ, അതിനെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ എടുക്കും. പിന്നെ ഇല്ലേ, താരനുണ്ടെങ്കിൽ ബെയർ അനാട്ടമിയുടെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ അപ്ലൈ ചെയ്തോളൂ. എസ്പെഷ്യലി വേനൽ എന്നാ പറയണല്ല, ഈ തണുപ്പ് കാലത്ത് നല്ലതാണ്. ഡാൻഡ്രഫ് അങ്ങനെ പൊടി പൊടി പോലെയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഇമ്മക്കുട്ടി എൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് വരുന്നത്. എന്തായാലും പിള്ളേർ എത്ര പെട്ടെന്ന് വലുതാവുന്നത്.